ഔഷധ എന്റെ ഇക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്ത് പറ്റിക്ക? അറ്റാക്ക് ആണ്. നിന്റെ അടുത്ത് ഇക്കാന്റെ മുതലാളിയുടെ വിളിച്ചാൽ കിട്ടുന്ന വല്ല നമ്പറും ഉണ്ടാ? ഒരു നമ്പർ തന്നെ ഉള്ളൂ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിൽ ഞാൻ വിളിച്ചു, കാര്യം പറഞ്ഞു. ഇവിടെ സർജറി ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ വേണേ, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെയാ? എന്നിട്ട് ആള് തരാന്ന് പറഞ്ഞാ? നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ വിളിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. കുടുംബക്കാരനെ വിളിക്കുമ്പോ എല്ലാവരും കൈ ഒഴിയാണ്. എന്റെ അടുത്ത് ആളുടെ അനിയന്റെ നമ്പർ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ട്. കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് ഷാജിക്കാക്ക്? സർജറി ചെയ്യണം, പൈസ കെട്ടിവെച്ചാലേ സർജറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കെട്ടാ. പിന്നെ എന്റെ ചേട്ടനെ കുറ്റം പറയല്ല, ആളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അന്നേ ഷാജിക്കായെ കൊണ്ട് പറഞ്ഞാണ്, ഉറങ്ങാണ്ട് ഇങ്ങനെ വണ്ടി ഓട്ടണ്ട, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞങ്ങളും പറയാറുണ്ട്. ഇക്ക പറയുന്നത് മുതലാളി അങ്ങനെ ഓട്ടിപ്പിക്കണമെന്നാണ്. അങ്ങനെ ഓടിയില്ലെങ്കിൽ വേറെ ആളിനെ പണിക്കേറ്റണം. ചേട്ടനത് പറയും, ആളുടെ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. പണി പോയാൽ പോട്ടേന്ന്, നമുക്ക് നമ്മുടെ ആരോഗ്യമല്ല ആദ്യം നോക്കേണ്ടത്.